ഹലോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ചില അടിപൊളി ആശയങ്ങളെക്കുറിച്ചാണ്. ലിൻഡ ഹോവിന്റെ ആകാശിക് റെക്കോർഡ്സ് എന്ന പുസ്തകത്തിലെ പ്രധാന ആശയങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സഹായിച്ചേട്ടാം. അപ്പോ നമ്മളിൽ മിക്കവരും ഒരു സാധാരണ ജീവിതം, ഒരു റുട്ടീൻ ലൈഫല്ലേ നയിക്കുന്നത്. എന്നാൽ ഈ പുസ്തകം പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് അതിനപ്പുറം ഒരു അസാധാരണ ജീവിതം സാധ്യമാണ് എന്ന്. അതെങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കുമ്പോൾ ഈ രണ്ട് ജീവിതങ്ങളും കാണാൻ ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും. ജോലി, കുടുംബം, പിന്നെ നമ്മുടെയൊക്കെ തിരക്കുകൾ, അങ്ങനെ. പക്ഷേ യഥാർത്ഥ വ്യത്യാസം എവിടെയാണെന്നറിയാമോ? അത് നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യത്തിലും ഒരു പ്രത്യേക എനർജിയും ഒരു സന്തോഷവും കണ്ടെത്താൻ പറ്റുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് അസാധാരണ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പുറത്തുള്ള സാഹചര്യങ്ങളെ നോക്കിയല്ലേ. എന്നാൽ ഇവിടെ പറയുന്നത് നേരെ തിരിച്ചാണ്. നമ്മുടെ ഉള്ളിലെ ആ ശബ്ദം കേൾക്കണം. നമ്മുടെ ആത്മാവ് എന്താണോ പറയുന്നത് ആ വഴി തിരഞ്ഞെടുക്കാനാണ്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത്? അതിനു വേണ്ടിയിട്ട് ഈ പുസ്തകം വളരെ പവർഫുൾ ആയൊരു വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ പേരാണ് ആകാശിക് റെക്കോർഡ്സ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു വലിയ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണെന്ന്. നമ്മുടെ ഓരോ ചിന്ത, ഓരോ വാക്ക്, ഓരോ പ്രവൃത്തി, എന്തിനേറെ നമ്മുടെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പോലും. ഈ ഒരു പ്രപഞ്ച ലൈബ്രറി അല്ലെങ്കിൽ ഒരു കോസ്മിക് ഡാറ്റാബേസ്, അതിനെയാണ് ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ലിൻഡ ഹോഫ് തന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം ഈ ആകാശിക് റെക്കോർഡ്സ് എന്നത് വെറുമൊരു സങ്കല്പമല്ല, മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് എന്നതാണ്. അതായത് ഇതൊരു പഴയ ചരിത്ര പുസ്തകം പോലെ വെറുതെ വായിച്ചു നോക്കാനുള്ള ഒന്നല്ല, മറിച്ച് നമുക്ക് എപ്പോ വേണമെങ്കിലും സഹായത്തിനും ഒരു ഗൈഡൻസിനും വേണ്ടി സമീപിക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് ഈ റെക്കോർഡുകൾ. ശരി, അപ്പോ ഈയൊരു അസാധാരണ ജീവിതത്തിലേക്കുള്ള യാത്രയില് നമ്മളെ സഹായിക്കുന്ന ചില പ്രാക്ടിക്കൽ വഴികളുണ്ട്. ഈ പുസ്തകം അത് കൃത്യമായി പറയുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തില് ശരിക്കുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന 4 സിമ്പിൾ സ്റ്റെപ്പുകളാണിത്. ഒന്ന്, എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയുക. അതിനെയാണ് അവബോധം എന്ന് പറയുന്നത്. 2, അതിനെ വെറുതെ എതിർക്കാതെ ഓക്കേ, ഇതാണ് സാഹചര്യം എന്ന് അംഗീകരിക്കുക. 3, അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ വിലമതിക്കുക. 4, ശരിയായ ഒരു പ്രവൃത്തി ചെയ്യുക. ഇത് ഏത് സാഹചര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണല്ലേ. ഇനി നമ്മുടെ ആന്തരിക ശക്തിയെ താങ്ങി നിർത്തുന്ന 5 തൂണുകൾ പോലെയാണ് ഈ ആശയങ്ങൾ. ഒന്നാമത്തേത് അവതാരം, അതായത് നമ്മളിവിടെ ജീവിക്കുന്നതിന് ഒരു കാരണമുണ്ട്. രണ്ടാമത്തേത് അധികാരം, നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ നമുക്ക് തന്നെയാണ്. 3, അച്ചടക്കം, ലക്ഷ്യത്തിലെത്താൻ അത് വേണം. 4, ഉത്തരവാദിത്തം, നമ്മുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. അവസാനം പ്രതിബദ്ധത, ഈ യാത്രയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. ഈ 5 തൂണുകളാണ് നമ്മുടെ ഫൗണ്ടേഷൻ. ഇനി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ മാറ്റത്തെക്കുറിച്ച് പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു ഉദാഹരണത്തിലൂടെയാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊന്ന്. നമ്മുടെ മനസ്സിനെ ഒരു വീടായിട്ട് ഒന്ന് സങ്കൽപ്പിക്കൂ. കാലം കഴിയുന്തോറും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ അവിടെ കുന്നുകൂടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. കാലപ്പഴക്കം ചെന്ന ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വിശ്വാസങ്ങൾ അവിടെയുണ്ടാവും. അപ്പോ ഈ യാത്ര എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഫിക്സ് ചെയ്യാനല്ല, മറിച്ച് ഈ പഴയ ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളെ കണ്ടെത്തി പുറത്തു കളയാനുള്ള ഒരു ക്ലീനിംഗ് പ്രോസസ്സാണ്. നമ്മുടെ ഉള്ളിലൊരു പ്രകാശമുണ്ട്, ഒരു വിളക്കുപോലെ. കാലഹരണപ്പെട്ട ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെ ആ വിളക്കിന്റെ ഗ്ലാസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും അഴുക്കും പോലെയാണ്. ഈ പൊടിയൊക്കെ തുടച്ചു നീക്കി നമ്മുടെ ഉള്ളിലെ ആ പ്രകാശത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കുക. അത് തന്നെയാണ് ഈ നവീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിലെ ഏറ്റവും മനോഹരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലെ ഈ വീട് നമ്മൾ എപ്പോഴും ഇങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ട നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് താനേ നമ്മളെ തേടി വരും. നമ്മുടെ ആത്മാവിന്റെ ശരിയായ വഴി നമുക്ക് മുന്നിൽ അങ്ങനെ തെളിഞ്ഞുവരും. അപ്പോ ചുരുക്കിപ്പറഞ്ഞാൽ ഈയൊരു അസാധാരണ ജീവിതത്തിലേക്കുള്ള വഴി നമ്മുടെയെല്ലാം മുന്നിലുണ്ട്. അത് തുടങ്ങുന്നത് എവിടെയാണെന്നോ? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന വളരെ ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്നാണ്. എന്റെ ഉള്ളിലെ ഏത് വിശ്വാസമാണ് ഞാൻ ഇന്ന് മാറ്റിയെഴുതാൻ തയ്യാറാകേണ്ടത്?